നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് നിർമ്മാണം നിർത്തിവെക്കുന്നതിനെതിരെ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറ കഞ്ഞിപ്പുരയിൽ അശാസ്ത്രീയമായ രീതിയിൽ സർവീസ് റോഡ് നിർമ്മാണം നിർത്തിവെക്കുന്നതിനെതിരെ നാട്ടുകാരുടെയും വളാഞ്ചേരി മേഖലയിലെ കച്ചവടക്കാരുടെയും ആശങ്ക പരിഹരിക്കാൻ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേരുകയും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. DPR ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ലിങ്ക് റോഡുകൾ, സർവീസ് റോഡുകളും ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് DPRൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇവിടെ ചില ഭാഗങ്ങളിൽ റോഡുകൾ ബ്ലോക്ക് ചെയ്യുകയും കാവുംപുറം പട്ടണം അതുപോലെ വളാഞ്ചേരി പട്ടണത്തേക്ക് തീരെ ഗതാഗതം അനുവദിക്കാത്ത രീതിയിൽ ഇത് കൊട്ടിയടക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ ഭടന്മാരും ഇതിന്റെ രംഗത്തുണ്ടായിരിക്കും. ഇത് കൂടുതൽ ജനകീയമായി ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് അതിന്റെ മുന്നിലുണ്ടായിരിക്കുമെന്നാണ് പറയാനുള്ളത്. നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരമുള്ള വളാഞ്ചേരി പട്ടണത്തിലേക്കുള്ള സർവീസ് റോഡ് നിർമ്മാണം സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാണ ചുമതലയുള്ള കമ്പനിയായ KNRCL നിർത്തിവെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നാഷണൽ ഹൈവേയിൽ പല ഭാഗങ്ങളിലും നിർമ്മാണത്തിലിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയായതുമായ ഭാഗങ്ങൾ തകരുകയും വിള്ളലുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ പ്രദേശത്ത് കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരുമെന്നതിനാലും പെട്ടെന്ന് പണി തീർത്ത് ടോൾ പിരിവ് ആരംഭിക്കുന്നതിനു വേണ്ടിയാണ് കമ്പനിയും നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇത്തരം ജനവിരുദ്ധ തീരുമാനം എടുക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി. യാത്രക്കാർക്കോ ബുദ്ധിമുട്ട് വരാത്ത വിധത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കാർക്കും അത് വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണം, 5-6 ഹോസ്പിറ്റലുകൾ, 8-10 കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 10-15 ബാങ്കുകൾ, നിരവധി സ്ഥാപനങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ബന്ധപ്പെടേണ്ട വളാഞ്ചേരിയിലേക്ക് വട്ടപ്പാറ വഴി സർവീസ് റോഡ് വഴിയാണ് ഇതുവരെ പോയിരുന്നത്. എന്നാൽ ഇവിടെ KNRCയുടെ ചില നടപടികളും കാര്യങ്ങളും കാണുമ്പോൾ വളാഞ്ചേരിയിലേക്ക് ഇതുവഴി പോകുന്ന സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുറ്റിപ്പുറം വഴിക്ക് വന്ന് മറ്റു രീതിയിലൊക്കെ പോകേണ്ട ഒരു ഗതികേടിലേക്ക് വളാഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഒരു ദുരിതമാകുന്ന അവസ്ഥയാണ് കാണാനുള്ളത്. അതുകൊണ്ട് ഇതിന്റെ സ്ഥലം നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി KNRCയെയും അതിന്റെ അധികൃതരെയും NH അതോറിറ്റിയെയും കാര്യങ്ങൾ ധരിപ്പിക്കാനും അത് ധരിപ്പിച്ച് ഈ ഗതാഗതം തടസ്സപ്പെടുത്താതെ വളാഞ്ചേരിയിലേക്ക് നേരിട്ട് ഇവിടുന്ന് പോകാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ഹൈവേയുടെ പണി നടന്നു പോകുന്നതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു പ്രയാസവുമില്ല, പ്രശ്നവുമില്ല, നാട്ടുകാർക്ക് തടസ്സവുമില്ല. അതേസമയം വളാഞ്ചേരിയിലേക്കുള്ള മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനോ അനുവദിച്ചു കൊടുക്കാനോ ഞങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങളുടെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു സന്ദർശനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് കമ്പനിയെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സമീപിക്കുമെന്നും ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന റോഡ് നിർമ്മാണത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പൊതുജനങ്ങളെയും സമാന ചിന്താഗതിക്കാരായ സംഘടനകളെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി പരിഹാരം കാണുന്നതുവരെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കമ്മിറ്റി അറിയിച്ചു. KNRCയുടെയും അതുപോലെ ഹൈവേ അതോറിറ്റിയും നിലവിൽ ഇവിടുത്തെ അലൈൻമെന്റിൽ വളാഞ്ചേരിയിലേക്ക് പോകാനുള്ള റോഡുണ്ട്. പക്ഷേ ഇപ്പോൾ KNRCയുടെ പ്രവൃത്തിയുടെ അനാസ്ഥ കാരണം പല ഭാഗങ്ങളിലും അതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് ഇവിടെയും അത് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത്. ഇത് വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോളേജുകളുള്ള, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുള്ള, ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുള്ള ഒരു സമയം. ആ സമയത്ത് ഈ വളാഞ്ചേരി എന്ന ടൗണിനെ അടക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ഗതാഗതം യോഗ്യമല്ലാത്ത ഒരു രീതിയിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. അത് തീർച്ചയായും
KNRCയും അതുപോലെ തന്നെ NH അതോറിറ്റിയും അത് ദൂരീകരിക്കേണ്ടതുണ്ട്. ഇത് വളാഞ്ചേരിയുമായി സന്ധി ചെയ്യുന്ന രീതിയിലേക്ക് ഈ റോഡ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ നിലവിലുള്ള KNRCയുടെയും അതുപോലെ തന്നെ NH അതോറിറ്റിയുടെയും നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് വളാഞ്ചേരിയുമായി ടച്ച് ചെയ്തിട്ടാണ് ഈ റോഡ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അത് അടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസകരമാണ്. അപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എടപ്പാളോളം വലുത്, എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക. 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം. ശോഭിക വെഡിങ്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.